ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ ഒരുപാടായി കണ്ടിട്ട് ഒരുപാടായി ഞാൻ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് പനിയായിരുന്നു ഗൈസ്. ഒരു പനിച്ചതാണ്. അതിനുശേഷം പിന്നെ എന്താ ഉണ്ടായത് എനിക്കൊരു ബോധമില്ല. ഇപ്പോഴും ആ പനിയുടെ ഹാങ് ഓവറും കാര്യങ്ങളൊന്നും വിട്ടു മാറിയിട്ടില്ല. ഇടയ്ക്ക് ഒരു തറചുറ്റലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കാര്യമായിട്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നിങ്ങനെ എന്താ പറയുക, വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഫ്രീ ടൈം കിട്ടി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ഇന്ന് വീഡിയോ എടുത്ത് കളയാമെന്നുള്ളത്. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:50 വൈകിട്ട് 3:50. അപ്പോൾ ഞാൻ മോൾ ഉറങ്ങി. അപ്പോൾ ഇനി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. ഇനിയിപ്പോൾ ഈ ലുക്ക് കാണുമ്പോൾ എന്തായാലും എൻ്റെ ചേച്ചിയും ഏട്ടനൊക്കെ പറയും, നിനക്ക് എപ്പോഴും ഇങ്ങനെ ഈ പട്ടിക്കോലത്തിലെ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ രഞ്ജേട്ടന് എപ്പോഴുള്ള പരാതിയാണ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്ന ടൈമിന് ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതെന്തോ എനിക്ക് അങ്ങനെ ഞാൻ ചില വീഡിയോസ് ഞാൻ ഫിൽറ്റേഴ്സ് ഇടാറുണ്ട്, അല്ല എപ്പോഴും ഞാൻ അങ്ങനെ ഇടാറൊന്നുമില്ല. അപ്പോൾ അതിനെനിക്ക് ചീത്തയേക്കും. അപ്പോൾ എന്തായാലും ഈ ലുക്കിൽ ഈ മുടിയൊക്കെ കുളി കഴിഞ്ഞ് കെട്ടി വെച്ചിട്ട് വന്ന ലുക്കിൽ വന്നതിന് മിക്കവാറും എനിക്ക് ചീത്തയേക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, മേക്കപ്പൊക്കെ ഇട്ട് അടിഞ്ഞൊരിയൊക്കെ വരണം എന്നുണ്ട്. കിത്തുമോൾ ഇറങ്ങുന്ന ഒരു അരമണിക്കൂറാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നത്. ഈ വീഡിയോ എൻ്റെ ഭർത്താവും എൻ്റെ സ്നേഹനിധിയായ ചേച്ചിയൊക്കെ കാണുമ്പോൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പിറന്നാൾ പ്രമാണിച്ച് സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ കണ്ടതാണ് ഇത് തലതിരിഞ്ഞു പോയി ഗൈസ്. ഇത് ക്ലിയർ ഇല്ലേ? അതിൻ്റെ മുഖത്തേക്ക് എന്താ സാധനം വന്ന പോലെ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ഐറ്റം മേടിച്ചിട്ടുണ്ട്. ഒന്ന് സ്പൈസി, അതിൻ്റെ പേര് ഞാൻ മറന്നു, അത് എരിവുള്ള സാധനം തന്നെയാണ്. ഇത് മാഗി സ്പൈസി ബിബിക്യൂ. ബിബിക്യൂവിൻ്റെ ഫ്ലേവറിലൊരു സാധനമാണ്. പച്ചമുളകും കുരുമുളകിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എരിവ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വേറൊരു ഫ്ലേവറിൽ ഇതല്ല, വേറൊരു ഐറ്റം ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് 2 പാക്കറ്റ് മേടിച്ചായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു അട്രാക്ഷൻ തോന്നി, പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് വലിയ സുഖം തോന്നിയില്ല. അതാണ് ഞാൻ ഒരു പാക്കറ്റ് മേടിച്ചത്. അപ്പോൾ അത് ഞാൻ മേടിച്ച 2 എണ്ണത്തിൽ ഒരെണ്ണം ഞാൻ എടുത്ത് കഴിച്ചു നോക്കി. സൂപ്പറാണ്, നല്ല എരിവുണ്ട്. എൻ്റെ മുന്നേ ഒന്നാമത് എനിക്ക് എരിവുള്ള കാര്യങ്ങൾ എനിക്ക് വളരെ അധികം ഇഷ്ടമാണ്. ഞാൻ മുമ്പ് ഹോട്ട് സ്പൈസി നൂഡിൽസൊക്കെ കഴിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വാരിക്കോരി കഴിക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതാണ്. പിന്നെ ഇതിനി എന്താ പാടാവശ്യത, ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 2 പാക്കറ്റ് മേടിക്കാത്തതിൽ കുറ്റബോധപ്പെടേണ്ടി വരും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 25 രൂപയായിട്ട്. ഈ ഒരു പാക്കറ്റിന് 25 രൂപയാണ് വരുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി ഫുൾ സെറ്റ് ചെയ്ത് വരാം. ഞാൻ ഈ പാക്കറ്റിൽ പൊടിക്ക് പുറമെ ഞാൻ ഇത്തിരി സോസ് ഒഴിക്കും. ടൊമാറ്റോ സോസ് ഇത്തിരി ആഡ് ചെയ്യും. അതെന്തോ ഞാൻ എല്ലാ സ്പൈസി നൂഡിൽസ് മേടിക്കുമ്പോൾ ആഡ് ചെയ്യും. ആ എരിവിൻ്റെ അപ്പോൾ ഇത്തിരി ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല, കാരണം എനിക്കെല്ലാം പെട്ടെന്ന് ഷടപടേന്ന് പറഞ്ഞ് തീർക്കണം. കുറേ ആയി വീഡിയോസ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കേട്ടുമ്പോൾ നീക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ വീഡിയോ എടുത്ത് കഴിയണം. അപ്പോൾ നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന പോലെ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇതിലെ മാഗി ഇടുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് വെന്ത് വരുമ്പോൾ മാഗി മസാല ഇട്ട് ഇറക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. അങ്ങനെ ഫുഡ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. മാഗി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു പാക്കറ്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അത്ര കളറൊന്നുമില്ല. മേ ബി BBQ ആയതുകൊണ്ടായിരിക്കും. പിന്നെ നൂഡിൽ വന്നിട്ട് എന്നുവെച്ചാൽ ആ നൂല് പോലത്തെ സംഭവം, മാഗിൻ്റെയും നൂഡിൽ തന്നെയാണ് പറയാമെന്നാണ് എൻ്റെ ഒരു ധാരണ. അത് വന്നിട്ട് മറ്റേ പാക്കറ്റിലുള്ളത് പരന്ന ടൈപ്പ്, ഒരു പാസ്ത ഇല്ലേ, ആ ടൈപ്പാണ് വരുന്നത്. ഇതിൽ വന്നിട്ട് നമ്മുടെ സാധാ മാഗി ഇല്ലേ, ചിക്കൻ്റെ ഒക്കെ സാധാ മാഗി മഞ്ഞ പാക്കറ്റൊക്കെ മേടിക്കും, ഇപ്പിയൊക്കെ പോലെ ഇപ്പിയോ വല്ല തെറ്റുകുറ്റകളോട്ടൊക്കെ പൊറുക്കണം കേട്ടോ, ഞാൻ അതിൽ എക്സ്പേർട്ടല്ല. അതുപോലത്തെ നൂഡിലാണ് വരുന്നത്. അത് മണക്കുമ്പോഴേ അണ്ണാക്കിക്ക് ആ ഒരു എരിവിൻ്റെ എഫക്റ്റ് കയറിയിരുന്നു. ഇതത് കയറുന്നില്ല. സ്പൂണുണ്ട്, കുത്തുന്ന സ്പൂണല്ല, ചൂടുണ്ട്. മുളകിൻ്റെ മറ്റേ ഇപ്പം ഒന്ന് അണ്ണാക്കിക്ക് ചെറുതായിട്ടൊരു ചെറിയൊരു പൊടിക്ക് കിട്ടി. പിന്നെ ചില്ലി ഫ്ലേക്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവുണ്ടാകും. അതുപോലെ കുരുമുളക് പൊടി അതും കാണുന്നുണ്ട്. ഞാൻ നന്നായിട്ട് വേവിച്ചു. അതുപോലെ തന്നെ കുത്തുന്ന സ്പൂണില്ലാത്തതുകൊണ്ട് ചെറിയ പീസാക്കിയിട്ടാണ് മാഗി ഇട്ടത്. ഉണ്ടോ, ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ഇട്ടുള്ളത്. ഭയങ്കര ചൂട്, എല്ലാം പെട്ടെന്ന് വേണം. ഞാൻ മറ്റേ പാക്കറ്റിൽ 2 മേടിച്ച് പറഞ്ഞില്ലേ, അത് ഞാൻ മിനിയാന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അതിൽ മറ്റാൾ വന്നിട്ട് ഒരു നൂഡിൽ മേടിച്ചു, ഒരു പീസ് എടുത്തിട്ട് അതിലാക്കിയിട്ട് അങ്ങനെ വലിച്ചു. നല്ല എരിവുണ്ടായിരുന്നു. കുറച്ച് നേരം ചവയ്ക്കൊക്കെ ചെയ്ത് വാശി പിടിച്ച് മേടിച്ചുകൊണ്ട് കൊടുത്തേട്ടോ. കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ വീട് പൊളിച്ചിടും.
ഞാനിത് കഴിച്ചോക്കട്ടെ. എരിവുള്ള എല്ലാ ഐറ്റംസും എനിക്ക് ഇഷ്ടമാണ്. എത്ര എരിവുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. പക്ഷെ ചൂട് എരിവുണ്ട്. ഇത് സാധാ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയില്ല, അതിൻ്റെ എരിവാണ് വരുന്നത്. ടേസ്റ്റ് വൈസ് ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. എനിക്ക് മറ്റേ നോർമൽ നൂഡിൽസോ നോർമൽ മാഗി ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എരിവും ഉണ്ടാവില്ല, ആ മസാലയെ പറ്റില്ല. മൂക്ക് കറി മസാല എനിക്ക് പറ്റില്ല. പിന്നെ എരിവുള്ളതായതുകൊണ്ട് തന്നെ ഓക്കെ, ഞാൻ മുളക് പൊടി കട്ടിട്ടാണ് ആ സാധാ നൂഡിൽസ് ഉണ്ടാക്കാറ്. മറ്റേ നൂഡിൽസ് ഞാൻ പറഞ്ഞില്ല, ട്രൈ ചെയ്ത് നോക്കി പറഞ്ഞ നൂഡിൽസ്, അതിൻ്റെ എരിവ് വന്നിട്ട് വേറൊരു എരിവാണ്. ഇത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെ എരിവാണെന്നുള്ളത്. അതങ്ങനല്ല, അത് മൊത്തം പുകയലായിരുന്നു. അതാട്ടോ ടേസ്റ്റ്. ഇതിന് വെച്ച് നോക്കുമ്പോൾ അതാണ് ടേസ്റ്റ്. ടേസ്റ്റ് ഇല്ല എന്നുള്ളതല്ല, പക്ഷെ എനിക്ക് അതാ ഇഷ്ടമായിരുന്നു. ഇതിൽ സോസ് ഒഴിച്ചിട്ട് ഉണ്ട്, പക്ഷേ വലിയതില്ല. എനിക്ക് അതായിരുന്നു ഇഷ്ടമായത് കേട്ടോ. ഇനി ആ സൂപ്പർ മാർക്കറ്റിൽ റാമനോ അങ്ങനത്തെ സാധനമല്ലേ, കൊറിയൻ ഡിഷാണ് തോന്നണം. നൂഡിൽസിൽ കുറേ പച്ചക്കറി ചപ്പും ചെണ്ടയൊക്കെ ഇട്ടുള്ള ഐറ്റം അതുണ്ട്. അത് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഇനി പോകുമ്പോൾ ഞാൻ മേടിക്കും. എനിക്കിപ്പോൾ ഇത് കൊറിയയിൽ പോയി ട്രൈ ചെയ്ത് നടക്കില്ല. ബാങ്കിലെപ്പോഴും കൊറിയയിൽ പോകാൻ പറ്റട്ടെ, അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഫുഡ് കഴിക്കാമല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഓരോ ഡിഷ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പൈസ ഉള്ള പൊട്ടോ. സാധാരണ മറ്റേതൊക്കെ നിർത്താതെ കഴിക്കാൻ തോന്നാറുണ്ട്. ഇതെനിക്ക് വലിയ സുഖം തോന്നുന്നില്ല, പക്ഷെ അത് മൊത്തം കഴിക്കും. വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താണ് എരിവുള്ളതുകൊണ്ട് തന്നെ ആയിട്ടും ഇതും കഴിക്കില്ല. പിന്നെ മറ്റേതൊക്കെ ഒരു സ്പൂൺ കഴിച്ചാൽ തന്നെ അത് കണ്ണിന്നൊക്കെ വെള്ളം പൊട്ടും. പിന്നെ നമുക്ക് നിർത്താൻ തോന്നില്ല, നിർത്തിയപ്പോൾ എരിയും, നിർത്താതെ കഴിയില്ല. പക്ഷെ വലിയ സീനല്ല. ഒരെണ്ണം മേടിച്ചത് നന്നായേ ഉള്ളൂ എന്നേ ഞാൻ പറഞ്ഞു. ഇനി മറ്റേതാണ് ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനിത് സാവധാനം ഇരുന്ന് കഴിക്കുന്നുള്ളൂ, ഭയങ്കര ചൂട് കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സ്പീഡിൽ കഴിക്കാനുള്ള ആ ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലവ് യു ആൻഡ് ബൈ.